ഔഷധധാരയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് ശംഖുപുഷ്പം എന്ന ചെടിയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ്. എന്താണ് ശംഖുപുഷ്പം? എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ നാട്ടിൽ തന്നെ സ്വമേധ ഉണ്ടായതാണോ? അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കാം. ഈ ചെടി വീട്ടിൽ വളരുമ്പോൾ 30 നന്മയുണ്ടാകുമ്പോൾ 3 തിന്മകൾ ഉണ്ടാകുന്നു. ഏതൊരു ചെടിക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ, നേരത്തെ മറ്റു വീഡിയോകളിൽ ഞാൻ പറയുന്നത് പോലെ ഇതിലും കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വളരെ 3 കാര്യങ്ങളേ ഉള്ളൂ. അതും കൂടെ ഒഴിവാക്കിയാൽ പരിപൂർണമായിട്ട് പറയാം, ശംഖുപുഷ്പം പോലെ മികച്ച ഒരു സസ്യം വേറെ ഇല്ല വീട്ടിൽ വളർത്താൻ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ശംഖുപുഷ്പത്തിൻ്റെ പ്രത്യേകതകളെന്ന്.